ജനാധിപത്യത്തിന്റെ മാതൃക ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കേരളം. സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുന്നു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ജനാധിപത്യത്തിന് പുതിയ മാതൃക ലോകത്തിനു മുന്നിൽ സമ്മാനിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ വികസനം എന്നത് ജനങ്ങളുടെ ആവശ്യവും അനിവാര്യതയും പ്രതിസന്ധികളും സ്വപ്നങ്ങളും ആഴത്തിൽ മനസ്സിലാക്കി സമൂഹത്തിലെ ഓരോരുത്തരുടെയും സർഗാത്മകതയും സ്ക്രിയവുമായ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ട പ്രവർത്തനമാണെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി രമേശ് ചെന്നിത്തലയുടെ നോമിനിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന അബിൻ വർക്കിയെ വെട്ടി ഷാഫി പറമ്പിലിന്റെ നോമിനി OJ ജനീഷിനെ നിയമിച്ചു. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസിൽ സംസ്ഥാന പ്രസിഡന്റ് ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിയത്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമത്തിൽ സുപ്രീം കോടതി NSSന് അനുകൂലമായി നൽകിയ വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്നും അതിനായി സർക്കാർ നിയമ നടപടി സ്വീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാർ ഈ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുന്നു. ഇന്ന് മാത്രം പവന് 240 രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 91,960 രൂപയായി. ഇന്നലെ ഇത് 91,720 രൂപയായിരുന്നു. നിലവിൽ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണവില എത്തിയിരിക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് 11,495 രൂപയാണ് വില. എഴുത്തുകാരി അരുന്ധതി റോയുടെ പുസ്തക കവറിലെ പുകവലിക്കുന്ന ചിത്രത്തിനെതിരായ പൊതുതാൽപര്യ ഹർജി കേരള ഹൈക്കോടതി തള്ളി. പൊതുതാൽപര്യ ഹർജികൾ ദുരുപയോഗം ചെയ്യരുതെന്ന് ഹർജിക്കാരന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. വസ്തുതകൾ പരിശോധിക്കാതെയാണ് ഹർജി നൽകിയതെന്നും കോടതി വിമർശിച്ചു. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്റെ കവർ പേജിൽ പുകവലിക്കുന്ന ചിത്രം ഉപയോഗിച്ചത് നിയമവിരുദ്ധമാണെന്നായിരുന്നു ഹർജിയിലെ വാദം. പരാതിയുണ്ടെങ്കിൽ ഹർജിക്കാരൻ ബന്ധപ്പെട്ട അതോറിറ്റിയെയാണ് സമീപിക്കേണ്ടിയിരുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മുല്ലപ്പെരിയാർ ഡാമിന് നേരെ ബോംബ് ഭീഷണി. തമിഴ്നാടിന് ദോഷം വരുന്ന രീതിയിൽ എന്തെങ്കിലും തീരുമാനമുണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നാണ് ഇമെയിൽ വഴി ലഭിച്ച ഭീഷണി സന്ദേശത്തിലെ ഉള്ളടക്കം. തൃശൂർ സെഷൻസ് കോടതിയുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് സന്ദേശം ലഭിച്ചത്. കോടതിക്ക് ലഭിച്ച ഭീഷണി സന്ദേശം ജില്ലാ കളക്ടറേറ്റിലേക്ക് കൈമാറി. ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കവും പരാതിയും ഇടുക്കി കളക്ടർക്കും ജില്ലാ പോലീസിനും കൈമാറാൻ ഒരുങ്ങുകയാണ് തൃശൂർ ജില്ലാ ഭരണകൂടം. കേരളത്തിൽ നടക്കുന്ന അർജന്റീന-ഓസ്ട്രേലിയ പോരാട്ടത്തിന്റെ മത്സര തീയതി പ്രഖ്യാപിച്ചു. നവംബർ 17-നാണ് ഫുട്ബോളിന്റെ മിശിഹായും സംഘവും കേരള മണ്ണിൽ പന്തുതട്ടാൻ ഇറങ്ങുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിലെത്തുന്ന അർജന്റീന ടീമിന് എതിരാളികളായി ഓസ്ട്രേലിയ ടീം എത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായത്. ലോകകപ്പ് സ്ക്വാഡിൽ നിന്നും ഏഞ്ചൽ ഡി മരിയയും എൻസോ ഫെർണാണ്ടസും ഒഴികെ മുഴുവൻ അംഗങ്ങളും ടീമിലുണ്ട്. ലയണൽ മെസ്സിയാണ് ടീമിന്റെ ക്യാപ്റ്റൻ. ടീമിനെ നയിക്കാൻ ലയണൽ സ്കലോണിയും എത്തും. ഗാസ സിറ്റിയിലെ ആഭ്യന്തര സംഘർഷങ്ങൾക്കിടെ പലസ്തീനിയൻ മാധ്യമപ്രവർത്തകനായ സാലിഹ് അൽ ജഫറാവി കൊല്ലപ്പെട്ടു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ദിവസങ്ങൾക്കകമാണ് ഈ ദുരന്തം. സാബറയിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ആയുധധാരികളായ ആളുകൾ സാലിഹിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ സാലിഹിനെ കാണാനില്ലായിരുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംസ്ഥാനത്ത് 2 കുട്ടികൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കണ്ണൂർ സ്വദേശിയായ 3.5 വയസ്സുകാരനും കാസർഗോഡ് സ്വദേശിയായ 6 വയസ്സുകാരനുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. എടപ്പാൾ കണ്ടനകത്ത് സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. കടയിലുണ്ടായിരുന്ന വിജയൻ എന്നയാളാണ് മരിച്ചത്. വിദ്യാർത്ഥികളടക്കം 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ ഒരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ വിജയൻ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയാണ് മരിച്ചത്. എടപ്പാൾ ദാറുൽ ഹിദായ സ്കൂളിലെ ബസ്സാണ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയത്. 10 പേരുടെ പരിക്ക് ഗുരുതരമല്ല. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.